ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ട്രേഡിംഗ് ഹാബിറ്റ്സ് ആണ്. നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ഹാബിറ്റ്, നല്ലൊരു ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് മാർക്കറ്റിലും പോസിറ്റിവിറ്റി മാത്രമേ തരുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ട്രേഡിംഗ് ഹാബിറ്റ്സ് ആണ്. സോ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റെപ്പ് 1, റൈറ്റ്. എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, റൈറ്റ്. ഞാനും ഫസ്റ്റ് ചെയ്യുന്നത് പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ ട്രേഡിംഗ് കിക്ക് ഓഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രേഡിംഗ് റൂമിൽ പോയിട്ട് എൻ്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നത് ഏകദേശം ഒരു 8:45-നാണ്. രാവിലെ 8:45-നാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8:45 മുതൽ ഏകദേശം ഒരു 9:10 വരെയാണ് എൻ്റെ പ്രീ മാർക്കറ്റ് അനാലിസിസിൻ്റെ ടൈം. അപ്പോൾ ഇത് വളരെ ചെറിയ ടൈമാണ്. ഏകദേശം ഒരു 25 മിനിറ്റ്, ഒരു 20 മിനിറ്റ്സ് മാത്രമേ ഞാൻ അവിടെ ചെയ്യാറുള്ളൂ. കാരണം ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പം ഓവർ അനാലിസിസ് ചെയ്യാനും ഓവർ തിങ്കിങ്ങിനൊക്കെ കാരണമാകും. മുൻപ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം ഞാൻ വളരെ ചെറിയ ടൈം മാത്രമേ മോർണിംഗിൽ ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളൂ. അത് എൻ്റെ എനർജി, എൻ്റെ ഫോക്കസൊക്കെ അതേ മൈൻഡിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് എൻ്റെ എനർജി മുഴുവനായിട്ടും ആ ഒരു അനാലിസിസിൽ തന്നെ സ്പെൻഡ് ചെയ്ത് ലൈവ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഫോക്കസ് നഷ്ടപ്പെടാനൊക്കെ കാരണം. സോ എനിക്ക് പേഴ്സണലി അത് മനസ്സിലായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ്സ് മാത്രമേ മാക്സിമം സ്പെൻഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു 20 മിനിറ്റ്സിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ന്യൂസ് ഞാൻ ചെക്ക് ചെയ്യും. കാരണം നമുക്കറിയാം ന്യൂസ് വളരെയധികം മാർക്കറ്റിനെ സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂസ് ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാൻ മണി കൺട്രോൾ, പിന്നെ ഇക്കണോമിക് ടൈംസ്, പിന്നെ ട്വിറ്റർ, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, ന്യൂസ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം മാർക്കറ്റിൽ ഇപ്പം കറൻറ്റ് എന്താണ് സെനാരിയോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്നത് ചാർട്ടാണ്. സോ ചാർട്ടിൽ ഞാൻ നോർമലി ചെക്ക് ചെയ്യുന്നത് എൻ്റെ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മാർക്കറ്റിൽ ഇപ്പോൾ കറൻറ്റ് ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷ് ആണോ, ബിയറിഷ് ആണോ, സൈഡ് വേസ് ആണോ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവൽസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കും. പിന്നെ ഓവറോൾ എന്തെങ്കിലും ട്രാപ്പോ കാര്യങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള, എൻ്റെ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. ഇതാണ് രണ്ടാമത് ചെയ്യുന്ന കാര്യം. മൂന്നാമത് ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെയ്ത 2 കാര്യങ്ങളും ഞാൻ എൻ്റെ ഡയറിയിലോട്ട്, എനിക്കൊരു ചെറിയൊരു ഡയറി ഉണ്ട്, ട്രേഡിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. ആ ഒരു ഡയറിയിലോട്ട് ഞാൻ എഴുതി വെച്ചിരിക്കും. എഴുതി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ജസ്റ്റ് മൈൻഡിൽ മാത്രം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈവ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, എല്ലാവരുടെയും കാര്യമല്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ലൈവ് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നുപോകും. എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതും, അല്ലെങ്കിൽ ആ ഒരു ചെക്ക് ലിസ്റ്റൊക്കെ ചിലപ്പോൾ മറന്നുപോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡയറിയിൽ എഴുതി വെക്കുന്നത്. എഴുതി വെക്കുന്ന സമയത്ത് അതിൻ്റെ പകുതി ജോലി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രീ മാർക്കറ്റ് അനാലിസിസ്. ആൻഡ് ഇവിടെ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ ചെറിയ ടൈം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യാറുള്ളൂ. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9:15 ആവുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹാബിറ്റ് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് മാറ്റി വെക്കും, റൈറ്റ്. അതായത് റെഗുലർ കോൾസ്, വാട്സപ്പ് ചാറ്റ്സ് ഒക്കെ വരുന്ന റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ ഞാൻ എടുത്തിട്ട് കുറച്ച് ദൂരെ ഞാൻ മാറ്റി വെച്ചിരിക്കും. അത് ഞാൻ ടച്ച് ചെയ്യാറില്ല. അടുത്ത് വെക്കുവാണെങ്കിൽ ചിലപ്പോൾ അറിയാതെ കൈ അങ്ങോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് സ്ട്രിക്റ്റായിട്ട് ഞാനത് വേറെ സ്ഥലത്താണ് വെക്കുന്നത്. പിന്നെ ഒരു മൊബൈൽ ഫോണുണ്ട്, അത് എൻ്റെ ട്രേഡിംഗ് ആപ്പിൽ എപ്പോഴും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഞാൻ എൻ്റെ വെബ് പ്ലാറ്റ്ഫോമും ഏതാണ് ബ്രോക്കറിൻ്റെ ആ ഒരു മൊബൈൽ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ ആദ്യം കഴിയുന്നത്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കും. പിന്നെ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ അതൊക്കെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഡിസ്ട്രാക്ഷൻസ് പല ആൾക്കാർക്കും പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ എനിക്ക് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുൻപ് തന്നെ. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തന്നെ ജസ്റ്റ് ഒരു വാമപ്പ് ഞാൻ ചെയ്യാറുണ്ട്, റൈറ്റ്. വാമപ്പ് മീൻസ് ഇപ്പം നമ്മൾ സ്പോർട്സ് ഒക്കെ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ക്രിക്കറ്റോ ഫുട്ബോളൊക്കെ നോക്കുന്ന സമയത്ത് അവർ പ്ലെയേഴ്സൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാമപ്പൊക്കെ ചെയ്യും. അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡിങ്ങിൽ അതുപോലെ തന്നെയാണ്. പക്ഷേ ട്രേഡിങ്ങിൽ നമ്മൾ മെൻ്റൽ ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ ബ്രീത്തിങ് എക്സസൈസോ ചെറിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന്, ബ്രീത്തിങ് എക്സസൈസ് മീൻസ് ഒരു 1-2 മിനിറ്റ്സ് ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യും. ഓക്കെ, ഇത് നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക്
അനാവശ്യമായിട്ടുള്ള ഒരു ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം, ഈ ഒരു വാമപ്പ്, ഈ ബ്രീത്തിങ് എക്സർസൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ 200% ഉറപ്പ് വരുന്നു, നിങ്ങൾക്ക് അത് നല്ല മാറ്റങ്ങളുണ്ടാവും. എല്ലാ ദിവസവും മറക്കാതെ ചെയ്താൽ മതി. ഒരു 2-3 മിനിറ്റ്സ് മാത്രം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുന്ന കാര്യം, എനിക്കൊരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട്, ഐ മീൻ ഒരു ലാസ്റ്റ് ഇയർ തൊട്ട് ഞാനിപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമേ എടുക്കാറുള്ളൂ. സോ 1 ട്രേഡ് പെർ ഡേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനോട് ഞാനെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും നല്ലൊരു ഹൈ ക്വാളിറ്റി സെറ്റപ്പ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇമ്മീഡിയറ്റ്ലി ട്രേഡ് എടുക്കുന്നതിന് മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഫോക്കസ് എപ്പോഴും ഉണ്ടായിരിക്കുക, ആ ഒരൊറ്റ ട്രേഡ് എടുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡയറി ഞാൻ എപ്പോഴും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കും. റൈറ്റ്, എപ്പോഴും അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കും. ആൻഡ് അതിപ്പം നമ്മൾ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ഡയറി എപ്പോഴും ഓപ്പൺ ചെയ്തിരിക്കും. അപ്പം നല്ലൊരു ഹൈ ക്വാളിറ്റി വരുന്ന സമയത്ത്, ട്രേഡ് സെറ്റപ്പ് വരുന്ന സമയത്ത് ട്രേഡ് എടുക്കും. ഓക്കെ. പിന്നീട് ഇപ്പം അത് എക്സിറ്റ്, ഇപ്പം പ്രോഫിറ്റ് ആണെങ്കിൽ ശരി, ലോസ് ആണെങ്കിൽ ശരി, അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഡയറിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കും. എന്തുകൊണ്ടാണ്, വൈ ആ ഒരു ട്രേഡ് എടുത്തിരിക്കുന്നത് എന്നുള്ളതും, പിന്നെ ആ ഒരു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എത്ര പോയിൻ്റ് ആണെന്നും ജസ്റ്റ് ഒരു 2 ലൈൻസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ. എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡയറി എഴുതുക. വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 3-4 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി എഴുതുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ട്രേഡിങ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഹാബിറ്റ്. ഇതെല്ലാ ദിവസവും റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ ചില സമയങ്ങളിൽ ഇപ്പോൾ മാർക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പം ആദ്യത്തെ ഒരു 5 മിനിറ്റ് തന്നെ ഹൈലി മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ചെയ്യും, ഏതെങ്കിലും തീരെ മൂവ്മെൻറ്റ് ഉണ്ടാകില്ല. അങ്ങനെ നമുക്ക് മാർക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ തരും. മൊബൈൽ ഫോൺ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് തരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ട്രേഡിങ്ങിൽ നിന്ന് ഒന്ന് കണ്ണെടുത്ത് മാറ്റി ഒന്ന് എണീച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വാക്കോ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത്, ഒരു 5 മിനിറ്റ് മാറി നിൽക്കുന്ന സമയത്ത് അത് കൂളായിട്ട് മാറും. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ. ഇതാണ് സ്റ്റെപ്പ് 2 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ട്രേഡ് എടുത്ത് കഴിഞ്ഞു. റൈറ്റ്, എൻ്റെ ട്രേഡ് കഴിഞ്ഞു. അപ്പോൾ നോർമലി എൻ്റെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് മിക്കവാറും ഒരു 11 മണിക്ക് മുൻപ്, ഒരു 11 മണി അല്ലെങ്കിൽ മാക്സിമം ഒരു 12 മണിയൊക്കെ വളരെ റെയറാണ്, അതിനു മുമ്പ് എൻ്റെ ട്രേഡിങ് കഴിയും. അപ്പോൾ ട്രേഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും വീണ്ടും ചാർട്ട് നോക്കണം എന്നുള്ളതും. ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റികളൊക്കെ വരും, നമുക്ക് 100% ഷുവറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ വരും. അപ്പോൾ അത് നമ്മളത് വീണ്ടും ട്രേഡുകൾ എടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രേഡ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ട്രേഡ് എടുക്കാം. ബട്ട് ആസ് ഫോർ എൻ്റെ സെറ്റപ്പ് അനുസരിച്ച് ഞാൻ ഒരു ട്രേഡ് മാത്രമേ എടുക്കൂ എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ലോസ് കഴിഞ്ഞ് ജേണൽ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സിസ്റ്റം ക്ലോസ് ചെയ്യും. എൻ്റെ ലാപ്ടോപ്പ് അവിടെ ക്ലോസ് ചെയ്യും, മെയിൻ ലാപ്ടോപ്പ് ഞാൻ അവിടെ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചാർട്ട് നോക്കാറില്ല. ചാർട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ട്രേഡ് എടുക്കാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റൈറ്റ്, ഈവൻ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട് പോലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നോർമലി അത് വാച്ച് ചെയ്യാതിരിക്കുന്നതാണ് ചെയ്യുന്നത്. ഓക്കെ. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാൻ എന്തെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യും. ഒന്നെങ്കിലും ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഉണ്ടാവും, സ്റ്റുഡൻസ് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ചോദിച്ചിട്ട് എപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കുമായിട്ട് സ്പെൻഡ് ചെയ്യും. അതാണ് നോർമലി ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോബിയായിട്ട് ഞാൻ മാറി നിൽക്കും. കാരണം ഒരു 12 മണി മുതൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെയുള്ള ടൈം നമ്മൾ ഒരു ഹോബി കണ്ടെത്തുവാണെങ്കിൽ, അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. ചില ആൾക്കാർക്ക് മാർക്കറ്റ് 3:30 വരെ വാച്ച് ചെയ്യുന്നത് വളരെ ഇഷ്ടമായിരിക്കും. അവർ വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ഒരു 12 മണിക്കും എൻ്റെ ട്രേഡിംഗ് അവസാനിപ്പിക്കും. അതാണ് എൻ്റെ റൂള്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള ടൈം ബാക്കിയുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഞാൻ നോർമലി ചെയ്യുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 4, ഇതാണ് ഫൈനൽ സ്റ്റെപ്പ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, ട്രേഡ് എടുക്കുന്നതിനെക്കാട്ടിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് കഴിഞ്ഞ ശേഷമുള്ള അനാലിസിസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ മാർക്കറ്റ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഞാൻ ഇരിക്കാറുണ്ട്. ഓക്കെ. ഇവിടെ ജസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് മാത്രം ചെയ്യുന്നതല്ല. ഇപ്പം ഇന്നത്തെ ദിവസം ആ ഒരു സമയത്ത് എൻ്റെ ഡയറി എനിക്ക് ഓപ്പൺ ചെയ്യാം. ഡയറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അന്നത്തെ എന്താണ് പ്ലാൻ ഞാൻ ചെയ്തതെന്നുള്ളത്, അതിനനുസരിച്ചാണ് ട്രേഡ് എടുക്കുന്നതെന്നൊക്കെ എനിക്ക് ചെക്ക് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ആ ഒരു നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങനെയൊക്കെയാണ് മൂവ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ട്രാപ്പുകളാണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്, സ്മാർട്ട് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ദെൻ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു, പ്രീമിയം നല്ല രീതിയിൽ സ്പൈക്ക് വന്നിട്ടുണ്ടോ, അതോ പ്രീമിയത്തിൽ നല്ല രീതിയിലുള്ള
DK ആണോ വന്നിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും. ആൻഡ് മെയിനായിട്ടുള്ള ബിഗ് എന്തെങ്കിലും പാറ്റേൺസ് ഒക്കെ മാർക്കറ്റ് ഫോർമേഷൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ നോക്കും. നിഫ്റ്റി 50 മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി മാത്രമല്ല, സ്റ്റോക്കുകളും ജസ്റ്റ് അനലൈസ് ചെയ്യും. എനിക്ക് സ്റ്റോക്കുകളൊക്കെ അനലൈസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എല്ലാ മാർക്കറ്റിലും നടക്കുന്ന എല്ലാ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും. വെറും അനലൈസ് ചെയ്യുക മാത്രമല്ല, നാളത്തെ പ്രിപ്പറേഷൻസ് കൂടിയാണ്. റൈറ്റ്, നാളത്തെ പ്രിപ്പറേഷൻ, ടുമോറോ പ്ലാന് കൂടിയാണ് ഞാൻ മാർക്കറ്റിൽ ആ ഒരു സമയത്ത് ചെയ്യുന്നത്. നാളത്തെ ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ആ കാര്യങ്ങളും ഞാനൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പോസ്റ്റ് മാർക്കറ്റ് നോർമലി ഞാൻ ചെയ്യുന്നത് ഒരു 3:30 മുതൽ ചിലപ്പോൾ 3 മണിക്കൊക്കെ ഞാൻ വരും. 3 മണി മുതൽ ചിലപ്പോൾ ഒരു 5 മണി വരെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. സമയം ഏകദേശം ഒരു 1 മണിക്കൂർ മിനിമം ഞാൻ അതിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു നാളത്തെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രീ മാർക്കറ്റിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ചെയ്യുന്നത്. പ്രീ മാർക്കറ്റ് രാവിലെ ഞാൻ കുറച്ച് സ്പെൻഡ് ചെയ്യും. അതിൻ്റെ കൂടുതൽ ഞാൻ ഈവനിങ്ങിൽ ഇവിടെ സ്പെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ ഞാൻ എന്തെങ്കിലും മെയിനായിട്ടുള്ള പോയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാർട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. ഒരു സ്ക്രീൻഷോട്ടിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ എനിക്കുണ്ട്. വലിയൊരു ഫോൾഡറിൽ ഏകദേശം ഒരു കഴിഞ്ഞ 3-4 വർഷത്തെ ഇത് തന്നെയുണ്ട്. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എവിടെയാണ് എൻട്രി എടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പാറ്റേൺസൊക്കെ ഞാൻ എൻ്റെ ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കും. ഇതാണ് ഞാൻ നോർമലി ചെയ്യുന്ന ഒരു കാര്യം. റൈറ്റ്, ആൻഡ് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇപ്പം ഫോറക്സ് മാർക്കറ്റ് കൂടി ഞാനിപ്പം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഫോറക്സ് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം കാലങ്ങളായിട്ടില്ല. അപ്പോൾ സ്റ്റിൽ ഞാൻ നോർമലി ഒരു 2 മണിക്കൂർ, അതായത് ഈവനിങ് 7 മണി മുതൽ മേ ബി ഒരു 8:30 വരെയൊക്കെ ഞാൻ നോർമലി ഫോറക്സ് മാർക്കറ്റ് പഠിക്കാനും ട്രേഡുകൾ, ഫണ്ടഡ് അക്കൗണ്ട് വഴി ട്രേഡുകളും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതും ഒരു ജസ്റ്റ് അത്രയും ടൈം മാത്രമേ ഞാൻ അതിൽ സ്പെൻഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ട്രേഡിംഗ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് എല്ലാ ദിവസങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ 4 സ്റ്റെപ്പുകൾ. റൈറ്റ്, ഇത് ഇപ്പോൾ ആദ്യമൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് എല്ലാ സമയം 8 മണി മുതൽ ഇത് ചെയ്യാനോ അല്ലെങ്കിൽ ഡയറി എഴുതാനോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ചെറിയ മടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂസ്ലി ചെയ്ത് വരുന്ന സമയത്ത് അതൊരു ഹാബിറ്റായി. ഞാൻ എല്ലാ ദിവസവും എണീക്കുന്നു, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു ദിവസം എനിക്ക് ഡയറി എഴുതിയില്ലെങ്കിൽ അത് എനിക്ക് എന്തോ പോലെയാണ് ഒരു ദിവസം. അന്നത്തെ വ്യൂ എനിക്ക് കറക്റ്റായിട്ട് എഴുതി വെച്ചില്ലെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം ട്രേഡ് എടുക്കുന്ന സമയത്ത് എൻ്റെ കോൺഫിഡൻറ്റ് മൊത്തമായിട്ട് നഷ്ടപ്പെടും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ അറിയാതെ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. ഞാൻ എല്ലാ ദിവസവും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ഒരു ഹാബിറ്റ്സ് എപ്പോഴും ക്രിയേറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ ട്രിഗേഴ്സ് മനസ്സിലാക്കിയിട്ട്. നിങ്ങളുടെ ട്രിഗേഴ്സ് മീൻസ് നിങ്ങൾക്കുണ്ടാകുന്ന ഇമോഷൻസ്, നിങ്ങൾക്കുണ്ടാകുന്ന പ്രോബ്ലംസ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു പോയിൻ്റ് ഞാനിവിടെ പറഞ്ഞത്, ഞാൻ രാവിലെ 20 മിനിറ്റ് മാത്രമേ പ്രീ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ അതായത് ഞാൻ രാവിലെ 7 മണിക്ക് പ്രീ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് ഒരു 8 മണി വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ പിന്നീടുള്ള മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക്കാണ് എനിക്ക്. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പോൾ ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് അവിടെ എനർജി, ഫോക്കസൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ലൈവ് മാർക്കറ്റിൽ എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് എനിക്ക് മനസ്സിലായി. എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് പ്രീ മാർക്കറ്റും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഒരു സമയം ഞാൻ വളരെ കുറച്ചത്. അത് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ആ ഒരു സെയിം എനർജി എനിക്ക് ഒരു 12 മണി വരെ എനിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ട്രിഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതൊരു ഹാബിറ്റായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് 100% അല്ല, ഒരു 200% ഞാനിവിടെ പറയുകയാണ്, നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആകും എന്നുള്ളത്. ഓക്കെ, ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എൻ്റെ ട്രേഡിംഗ് ഹാബിറ്റ്സ് ആണ്. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. സോ ബൈ. താങ്ക് യു.